ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് യൂസിങ് ഡീകമ്പോസിഷൻ മെത്തേഡാണ്. അതായത് ഡീകമ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതാണ് നമ്മളിന്ന് നോക്കുന്ന കാര്യം. അപ്പോൾ ഓൾറെഡി നമ്മൾ LU ഡീകമ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ. അപ്പം സെയിം മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നോട്ട് ഒന്ന് നോക്കാം. ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എ വി ഹാവ് സീൻ ഓൾറെഡി എ ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻറ്റു LU. അതായത് A = L × U ഫോമിൽ എഴുതാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. L എന്ന് പറഞ്ഞാൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സും U എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും. അപ്പം നമുക്കിനിയും വേണ്ടത് A ഇൻവേഴ്സാണ്. നമുക്ക് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? LU ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. LU ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ U ഇൻവേഴ്സ് ഇൻറ്റു L ഇൻവേഴ്സ്. അത് നമുക്ക് റിസൾട്ട് ഉണ്ട്. അതായത് AB ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആണ്. അതൊരു മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്, ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമിലർലി നമുക്കിവിടെ A എന്ന് പറയുന്നത് L × U ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ A ഇൻവേഴ്സ് എന്തായിരിക്കും? A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ U ഇൻവേഴ്സ് ഇൻറ്റു L ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് A = LU എന്ന ഫോമിൽ നിന്ന് ആദ്യം ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടുപിടിക്കുക, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എല്ലിൻ്റെ യുവിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് A ഇൻവേഴ്സ് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. A ഇൻവേഴ്സ് = LU ദ ഹോൾ ഇൻവേഴ്സ് = U ഇൻവേഴ്സ് ഇൻറ്റു L ഇൻവേഴ്സ്. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ L എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എന്ത് തന്നെയായിരിക്കും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും. അതായത് ഒരു മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും ലോവർ ആയിരിക്കും. മെട്രിക്സ് അപ്പർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും അപ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ, ഇഫ് L ഈസ് ലോവർ ട്രയാങ്കുലർ ദെൻ L ഇൻവേഴ്സ് ഈസ് ഓൾസോ ലോവർ ട്രയാങ്കുലർ. ഓൾസോ ഇഫ് U ഈസ് അപ്പർ ട്രയാങ്കുലർ ദെൻ U ഇൻവേഴ്സ് ഈസ് ഓൾസോ അപ്പർ ട്രയാങ്കുലർ. പിന്നെ നമുക്കറിയാവുന്ന കാര്യം, ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. അപ്പം നമ്മൾ ഓൾറെഡി A = LU എന്ന ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എല്ലും യുവും കണ്ടുപിടിക്കും. ദെൻ L കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ L × L ഇൻവേഴ്സ് = I എന്ന ഇക്വേഷനകത്തുനിന്ന് നമ്മൾ ആദ്യം L ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ U × U ഇൻവേഴ്സ് = I എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ U ഇൻവേഴ്സും കണ്ടുപിടിക്കും. ഈ രണ്ട് മെട്രിക്സും U ഇൻവേഴ്സും L ഇൻവേഴ്സും കിട്ടിയാൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് A ഇൻവേഴ്സ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നിങ്ങൾ തിയറി ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് A 3 - 1 1 -15 6 -5 5 - 2 2 ബൈ ഡീകമ്പോസിഷൻ മെത്തേഡ്. അപ്പോൾ ഡീകമ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാ? വി ഹാവ് A = L × U ഫോമാണെന്ന് നമുക്കറിയാം. അപ്പോൾ A എന്ന മെട്രിക്സ് ആദ്യം എഴുതി, L എന്ന് പറഞ്ഞാൽ ലോവർ ട്രയാങ്കുലർ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ എടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, ബാക്കി എലമെൻറ്റ്സ് അതിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് 0 ആയിരിക്കും. ബാക്കി നമ്മൾ L21, അത് നമ്മൾ ആദ്യമേ ഡീകമ്പോസിഷൻ മെത്തേഡ് പഠിച്ചപ്പോൾ അതിൻ്റെ ജനറൽ ഫോം പഠിച്ചായിരുന്നു. ഇൻറ്റു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതുക. ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് 1 × U11 അതായത് 1 × U11 = 3 നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് U11ൻ്റെ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ അടുത്ത എന്താ വരുന്നത്? സെക്കൻഡ് റോയിലെ ഈ -15 വരുന്നത് എങ്ങനെയാണ്? L21 × U11 + 1 × 0 + 0 × 0. അപ്പോൾ L21 × U11 = -15. അതിൽ U11ൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു, അതിൽ നമുക്ക് L21 കിട്ടും. അങ്ങനെ സിമിലർലി നമ്മൾ സെയിം ഡീകമ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അവിടെ ചെയ്ത പോലെ തന്നെ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാ വാല്യൂസും, അതായത് ഈ L21 L31 L32 വാല്യൂസ് കിട്ടും. U11 U12 U13 U22 U23
3 ഈ വാല്യൂസ് എല്ലാം കൂടെ കിട്ടും. അത് നിങ്ങൾ ഓൾറെഡി നേരത്തെ മെത്തേഡിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇക്വേഷൻ എഴുതുക, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും എഴുതാമല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലും കണ്ടുപിടിച്ചു, യുവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇൻവേഴ്സസാണ്. അപ്പം അടുത്ത പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുക. യു ഇൻറ്റു യു ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ്, അതുപോലെ തന്നെ എൽ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, എൽ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. അപ്പോൾ എൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച എൽ അവിടെ കൊടുത്തു, ഇൻറ്റു എൽ ഇൻവേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൽ ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ എൽ ഇൻവേഴ്സും ലോവർ ട്രയാങ്കുലർ ആയിരിക്കും. അപ്പോൾ അതേ സെയിം ഫോർമാറ്റ് തന്നെ അപ്ലൈ ചെയ്യുക. മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, അതിന് മുകളിലോട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ദെൻ താഴെ ഈ 3 ഡയഗണൽ എലമെൻറ്റ്സ്, അത് x21 x31 x32, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നൊട്ടേഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് എക്സ് എല്ലിൻ്റെ ആയതുകൊണ്ട് എക്സ് എന്നും യുവിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ വൈ എന്നും നൊട്ടേഷൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഈക്വൽ ടു I3 നമുക്കറിയാമല്ലോ, യൂണിറ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3, അത് നിങ്ങൾ എഴുതുക. ഇവിടെയും നമ്മൾ സെയിം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു x21 പ്ലസ് 0 ഇൻറ്റു x31 ഈക്വൽ ടു 1. അപ്പോൾ അത് ഓൾറെഡി ഇക്വേഷൻ സെറ്റാണ്. അടുത്തത് നോക്കിക്കേ, അടുത്ത എങ്ങനെ വരും? -5 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു x21 പ്ലസ് 0 ഇൻറ്റു x31 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. -5 പ്ലസ് x21 ഈക്വൽ ടു 0, അതിൽ നിന്ന് x21 ഈക്വൽ ടു -5 കിട്ടും. സിമിലർലി നിങ്ങൾ ബാക്കി ഇക്വേഷൻസ് എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസും ഈ x21 കിട്ടും, x21ൻ്റെ വാല്യൂ, x31ൻ്റെ വാല്യൂ, x32ൻ്റെ വാല്യൂസ് എല്ലാം കിട്ടും. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൽ ഇൻവേഴ്സ് എഴുതാം. സിമിലർലി എന്ത് ചെയ്യുക, യു ഇൻറ്റു, അപ്പം നമുക്ക് എൽ ഇൻവേഴ്സ് ആയി. ഇനി യു ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. യു ഇൻറ്റു യു ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. യു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, യു ഇൻവേഴ്സിൻ്റെ ജനറൽ ഫോമാറ്റ് നമുക്കറിയാം, ഈക്വൽ ടു ഐ കൊടുത്തു. സിമിലർ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടുത്തെ നമുക്ക് ഓരോ വാല്യൂസും കിട്ടും. അപ്പോൾ യു ഇൻവേഴ്സും നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, യു ഇൻവേഴ്സ് ഇൻറ്റു എൽ ഇൻവേഴ്സ്. അപ്പോൾ ആ രണ്ട് മെട്രിക്സും കൂടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഇൻവേഴ്സിൻ്റെ ഫൈനൽ ആൻസർ മെട്രിക്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ആ ഇക്വേഷൻസ് എല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. മെട്രിക്സ് മെത്തേഡാണ്, മൾട്ടിപ്ലിക്കേഷനുള്ള ഇക്വേഷൻ എഴുതുക എന്നുള്ള ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പല മെത്തേഡിലും ഇത് തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതി പഠിച്ചാലേ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അടുത്ത ഒരു പ്രോബ്ലം സിമിലർലി കൊടുത്തിട്ടുണ്ട്, ഇൻവേഴ്സ് ഓഫ് എ യൂസിങ് എല്ലോ ഡീകമ്പോസിഷൻ മെത്തേഡ്. അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു പാർട്ട് തീർന്നു. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ്. അത് 2 ടൈപ്പ് മെത്തേഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചാൽ, അതിപ്പോൾ നമ്മൾ പഠിച്ച ഗോസ് എലിമിനേഷൻ ഉണ്ട്, ഗോസ് ജോർദാൻ എലിമിനേഷൻ ഉണ്ട്, ദെൻ എല്ലോ ഡീകമ്പോസിഷൻ, 3 മെത്തേഡ്സാണ് പഠിച്ചത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസ്, അൺനോൺസിൻ്റെ വാല്യൂസ് ആക്യുറേറ്റ് ആയിരിക്കും, കറക്റ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. അതിൽ 2 മെത്തേഡ്സ് ആണുള്ളത്, ഗോസ് ജാക്കോബി മെത്തേഡ് ആൻഡ് ഗോസ് സീഡൽ മെത്തേഡ്. അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അതും സെയിം സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിരിക്കും. അതായത് ഡെസിമൽ പ്ലേസസ് ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ 2 മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.